ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മളിന്ന് ഈവനിങ് ആയിട്ട് മക്കളെയും കൂടി പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്താ പിന്നെ അവിടെ അവരുടെ ലോകമാണല്ലോ പാർക്കെന്ന് പറയുമ്പോഴത്തേക്കിനും. നമ്മൾ പക്ഷേ അങ്ങനെ എപ്പോഴും കൊണ്ടുപോകാറില്ല. കാരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്ലൈഡിലൊക്കെ കയറുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇതിനകത്ത് നിന്ന് വീഴുമോ, കാരണം ഇവരിങ്ങനെ വെപ്രാളം പിടിച്ച് ഇവരിങ്ങനെ കയറിപ്പോവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ പോകാനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് കൊണ്ടുപോകും, കാരണം ഇപ്പം വലുതായി വരികയല്ലേ, അവരിങ്ങനെ ഇതിലൊക്കെ കയറിയിട്ട് പേടി മാറട്ടെ എന്ന് കരുതിയിട്ട് ഇപ്പോൾ കുറച്ച് ഇടയ്ക്കൊക്കെ കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ ദാണ്ടേ മോൻ വലിയ പേടിയില്ലാണ്ട്, അവനും കുറച്ച് പേടിയുള്ള ആളാണ്, എന്നാലും ആളെങ്ങനെയൊക്കെ കയറി കേട്ടോ. അങ്ങനെ മോള് ദാണ്ട് വേറെ താഴെയുള്ളവർക്ക് ഇങ്ങനത്തെ കുറച്ച് പരിപാടിയാണ്. കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസൊക്കെയാണ് എൻ്റെ മോള് ട്രൈ ചെയ്യുന്നത്. പിന്നെ മക്കളെ കൊണ്ടുപോകാൻ എപ്പോഴായാലും ഈവനിങ് ടൈമാണ് നല്ലത്. കാരണം അന്നേരമാണ് കുറച്ച് വെയിലൊക്കെ തന്നിട്ട് കുറച്ച് നല്ല ക്ലൈമറ്റ് ആയിട്ട് വരുന്ന ആ സമയത്തല്ലേ. നമ്മൾ തോനെയും വൈകിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അവരെ. അങ്ങനെ അവിടെ കുറേ നേരം സ്ലൈഡിലൊക്കെ നടന്ന് കളിച്ചു അവർ. പിന്നെ അതിനുശേഷം പിന്നെ ഊഞ്ഞാൽ കണ്ടപ്പോഴത്തേക്കിനും പിന്നെ ഊഞ്ഞാലാടണമെന്നായി. അവിടെ ഒരു അമ്മൂമ്മയൊക്കെ ഊഞ്ഞാലാടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും കുറച്ച് നേരം ഊഞ്ഞാലാടി. പിന്നെ മോനെയും കുറച്ച് നേരം അമ്മ ഇരുത്തി ഊഞ്ഞാലാട്ടി. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അന്നേരത്തേക്കും എൻ്റെ മോൾക്ക് തന്നെ ആടണം എന്നൊരാഗ്രഹം. അങ്ങനെ പിന്നെ അയാളും തന്നെയൊക്കെ ആടി. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അബിക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അബിക്കുട്ടൻ പറഞ്ഞു നമുക്കിന്നൊന്നും വ്യൂ പോയിൻ്റ് വരെ പോകാമെന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, റെഡിയായി നേരെ നമ്മൾ വ്യൂ പോയിൻറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ യൂണിറ്റിനകത്തോട്ട് പോകുന്ന റോഡാണ് കേട്ടോ. നമ്മളിവിടെയാണ് വാക്കിങ്ങിനൊക്കെ വരുന്നത് രാത്രിയിൽ. പിന്നെ നമ്മൾ നേരെ യൂണിറ്റിനകത്ത് കയറി. അപ്പോൾ ഇവിടെ അടുത്ത മന്ദിരമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതിനു മുമ്പ് ട്യൂസ്ഡേയ്സിലൊക്കെ മന്ദിരം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുറവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വ്യൂ പോയിൻ്റ് എത്തിയേ. അപ്പോൾ അവിടെ ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇരിക്കുന്നിടത്ത്. അപ്പോൾ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം പാമ്പോ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയത്തില്ല, കാരണം ഫോറസ്റ്റ് ഏരിയയും കാര്യങ്ങളൊക്കെ ഇല്ല. അങ്ങനെ നമ്മൾ ഇരുന്നിട്ട് ഫ്ലൈറ്റൊക്കെ നോക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എമിറേറ്റ്സിൽ ഫ്ലൈറ്റ് ഞങ്ങൾ കരുതി ഈ സമയത്ത് കാണും, പക്ഷേ ആ ടൈമിൽ ഇല്ലായിരുന്നു കേട്ടോ. എമിറേറ്റ്സ് ഫ്ലൈറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് നമ്മൾ ഇരിക്കുന്ന കുറച്ച് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ അത് ലാൻഡ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ നമുക്ക് നല്ലോണം കാണാം. അത് വലിയ ഫ്ലൈറ്റും കൂടെ അല്ലേ. അപ്പോൾ എന്തായാലും അതൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മളുള്ള ഫ്ലൈറ്റൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടോ.